ഫ്ലാറ്റ് നമ്പർ 4Bക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തിൽ സന്തോഷം പങ്കുവച്ച ചിത്രത്തിലെ നായിക സ്വർണ തോമസ് 7 മാസം മുൻപ് 5 നില കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റുന്ന സ്വർണ ചിത്രത്തിന്റെ പ്രചരണാർത്ഥമാണ് കൊച്ചിയിൽ എത്തിയത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ രണ്ടാം ജന്മമാണ്. അപ്പോൾ ഇപ്പോൾ ഡാൻസിലൂടെയാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പോൾ ഇനി വന്ന വരവ് ഞാൻ ആദ്യം എൻ്റെ ലൈവ് പെർഫോമൻസ് ഒരു അടിപൊളിയായിട്ട് കൊടുക്കും. ഈ 7 മാസം ഞാൻ ബെഡിൽ കിടന്ന് വെച്ചാൽ ആ വാശി ഫുള്ള് ഡാൻസിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആക്ടിങ്ങിലോട്ട് വരും. നവാഗതനായ കൃഷ്ണജിത്ത് സംവിധാനം ചെയ്ത ഫ്ലാറ്റ് നമ്പർ 4Bയുടെ പ്രചാരണാർത്ഥം കൊച്ചിയിലെത്തിയ ചിത്രത്തിലെ നായിക സ്വർണ തോമസ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ജൂൺ 19 ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമെന്ന് തോന്നിപ്പിച്ച അപകടം സ്വർണ്ണയെ തേടിയെത്തിയത്. ആലുവയിലെ 5 നില കെട്ടിടത്തിൽ നിന്ന് കാൽ തന്നെ വീണതോടെ മാസങ്ങൾ ബെഡിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. ആദ്യം ചെയ്ത ചിത്രങ്ങളായ ബഡ്ഡിയും പ്രണയകഥയും കാണാൻ കഴിഞ്ഞില്ല. ആദ്യം ഞാൻ ചെയ്ത ബഡ്ഡി ഫിലിമിന് പക്ഷേ എനിക്ക് ആദ്യം ചെയ്ത പടത്തിൽ നിന്ന് എനിക്ക് കാണാനേ പറ്റില്ല. ആ സമയത്ത് തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചു പോയി. അതിൻ്റെ ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിച്ച സമയത്ത് എല്ലാവരും വന്ന് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. സോ അതൊക്കെ കേട്ട് ഐ വാസ് വെരി ഹാപ്പി. അടുത്ത മാസം റിലീസിനെത്തുന്ന ടൂലറ്റ് അമ്പാടി ടോക്കീസ് കൂടാതെ എൻ ഇന്ത മയക്കം, വെട്രിശെൽവം എന്നീ തമിഴ് ചിത്രങ്ങളിലും സ്വപ്ന ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ നിന്നായി നിരവധി ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വരുമെന്നാണ് മുംബൈയിൽ താമസിക്കുന്ന ഈ +2 വിദ്യാർത്ഥിനി പറയുന്നത്. പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, കന്നഡ, തമിഴ്, തെലുങ്ക് ആൻഡ് ഈവൻ മലയാളത്തിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ഹെൽത്ത് ഇത്രയും കൂടി ഒന്ന് ബെറ്ററായി കഴിഞ്ഞിട്ട് അതും കൂടാതെ എൻ്റെ സ്റ്റഡീസ് ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. ചിത്രത്തിലെ നായകൻ റിയാസ്, ഗാനരചയിതാവ് ഫിലിപ്പോസ് തത്തമ്പള്ളി, PRO ഷെജിൻ തുടങ്ങിയവരും ഫ്ലാറ്റ് നമ്പർ 4Bയുടെ പ്രചാരണാർത്ഥം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.